ഞാനീ പറയുന്നത് ഒരു ജാതിക്കോ ഒരു മതത്തിനോ ഒന്നും എതിരെയല്ല. ഓരോ ജാതിയോ മതത്തിനെ അനുകൂലിക്കുന്നതുമല്ല. ഈയിടെയായിട്ട് നമ്മുടെ ഈ ഇവിടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ വളരെ വിഷമമുണ്ട്. നമ്മുടെ സംസ്കാരം എങ്ങനെ പോകുന്നു, നമ്മുടെ സമൂഹം ഏതൊക്കെ വിധത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അതായത് ഈ നമുക്ക് മുമ്പൊക്കെ ഇപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പേരിടുന്നതിന് മുമ്പ് പോലും നമ്മൾ ആളുകൾക്ക് പേരിടുന്നതിന് മുമ്പ് പോലും ചിന്തിക്കണം. അപ്പം രാമൻ എന്ന് പറഞ്ഞാൽ ശരിയാ, ശ്രീരാമൻ്റെ പേരല്ലേ രാമൻ. ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. രാമൻ എന്നൊരു പേര് പണ്ട് എത്രയോ പേർക്ക് രാമൻ എന്ന് പേരുണ്ട്. ഇനി ഒരാൾ ചിന്തിക്കും ഒരു രാമൻ എന്ന് പേരിടണമെങ്കിൽ ആ കുട്ടിക്ക് രാമൻ എന്ന് പേരിടണോ വേണ്ടതെന്നോ 2 തവണ ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. കൃഷ്ണൻ്റെ വകഭേദങ്ങൾ, ആ പേരിൻ്റെ വകഭേദങ്ങൾ എത്ര ഉണ്ട്. മാധവൻ തുടങ്ങി എത്രയോ പേരുകൾ കൃഷ്ണനുണ്ട്. അതാരെങ്കിലും നോക്കാറുണ്ടായിരുന്നു? പക്ഷേ ഇനി ആളുകൾ അതുപോലും ചിന്തിക്കും. ആ രീതിയിലേക്ക് മാറി, നമ്മുടെ സമൂഹം ആ രീതിയിലേക്ക് മാറുകയാണ്. അത് ഇനിയിപ്പോൾ ഒരു മുസ്ലിം പേരിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ പേര് തന്നെ ഇട്ടുണ്ടെങ്കിൽ എവിടെ പറയുന്നത് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ എൻ്റെ 2 മക്കൾക്ക് ഞാൻ പേരിട്ടേക്കുന്നത്, മൂത്ത മോളുടെ പേര് അല്ലി, രണ്ടാമത്തെ മോളുടെ പേര് ആർച്ച. ഇത് രണ്ടും ഏത് പേരുകളാണ്? മുസ്ലിം പേരുകളാണെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കളുടെ പേരുകളാണെന്ന് എനിക്കറിയാവൂ. ഞാൻ ഇട്ട പേരുകളാണ് ഇത് രണ്ടും. അത് മാറ്റാൻ ഞാൻ തയ്യാറുമല്ലായിരുന്നു. ആരും എൻ്റെ അടുത്ത് അത് മാറ്റണമെന്ന് പറഞ്ഞില്ല. അതായത് ഈ പള്ളിക്കാരൊക്കെ ചിലപ്പോൾ ചിലർ ജമാഅത്തുകാരൊക്കെ ചിലർ ഒന്ന് പുരിയം ചുളിച്ചിട്ടുണ്ട് ഈ പേര് ആർച്ച. ഉടനെ അവരത് ആർഷ എന്നാക്കാൻ ഒരു ശ്രമം നടത്തി. ഞാൻ പറഞ്ഞു അല്ല, ആർച്ച തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പേര് എന്ന് മാറ്റേണ്ടതായിട്ട് വരും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക്, കാരണം വടക്കംപാട്ടിലെ നായികയല്ലേ ആർച്ച, ഉണ്ണിയാർച്ച, അത് ആർച്ച. ഇനി തീർന്ന് ചിലപ്പോൾ അത് പറഞ്ഞുകൊണ്ട് വന്നാൽ ഇനി എന്ന് സമരം വരും എന്നുള്ളത് ഞാൻ ഭയന്നിരിക്കുകയാണ് കേട്ടോ. എൻ്റെ മോടെ പേര് മാറ്റുന്നത് എപ്പോഴാണ് വേണ്ടി വരുന്നത് എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. ഇനി പണ്ട് യഥാർത്ഥത്തിൽ ഞങ്ങൾ അവിടെ കുറച്ച് മുസ്ലിം ഭവനങ്ങളേ ഉള്ളൂ ഞാൻ ജനിച്ച ആ കുഗ്രാമത്തിൽ. അവിടെ എൻ്റെ വീട്ടിൽ ജോലിക്ക് വന്നുകൊണ്ടിരുന്നത് ജാനകി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്, ഒരു സ്ത്രീയാണ്. അവർക്ക് ഞങ്ങൾ ജാനകി എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം അവരെ പേരേ അന്ന് വിളിക്കുള്ളൂ. അവർക്ക് എൻ്റെ ചെറുപ്പത്തിൽ, അതായത് എനിക്കൊരു 5-6 വയസ്സൊക്കെ ഉള്ളപ്പോഴും അവർക്ക് ഒരു 50 വയസ്സിന് വേണ്ടി പ്രായമുള്ളവരാണ്. പക്ഷെ അന്ന് ജാനകി എന്ന് അവരെ വിളിക്കുന്നത്. ഞാനും വിളിക്കുന്നത് അങ്ങനെ ജാനകി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം അത് നാട്ടു നടപ്പ് അങ്ങനെയാണ്, അവരുടെ പേരാ വിളിക്കുന്നത്. ജാനകിയുടെ ഭർത്താവ് മാധവൻ, ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. അപ്പോൾ ജാനകി മാധവൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ ഒരു പേരാണ് മാധവൻ. ഈ മാധവന് ഈ ഗഞ്ചറ അഴിക്കും. ഗഞ്ചറ എന്ന് പറയുന്ന ഒരു വാദ്യമുണ്ട്, നല്ലതായിട്ട് അത് വായിക്കും കേട്ടോ. അത് ഒരു മിടുക്കനാണ്. പാട്ടെന്ന് പറഞ്ഞാൽ ശബ്ദം അത്ര നല്ലതല്ല, പക്ഷെ ഒച്ചത്തിലെ പാടുന്നത്. മാധവൻ എല്ലാ ദിവസവും ഈ ഗഞ്ചറ അടിച്ച് രാത്രി ഏതാണ്ട് ഒരു 7:30 മണി മുതൽ ഒരു 9:30 മണി വരെ ഒരു 2 മണിക്കൂർ അദ്ദേഹം ഈ പദ്യപാരായണം അങ്ങ് നടത്തും. അത് ആ നാട്ടിലുള്ളവർ കേട്ടേക്കും. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 350 മീറ്ററോളം മാറിയാണ് ഈ മാധവൻ്റെ വീട്. പിന്നെ അവരുടെ ആ വീടും പുരയിടവും ഒക്കെ, വീടങ്ങ് നശിച്ചുപോയി. പിന്നെ ആ പുരയിടം എൻ്റെ പിതാവാണ് വാങ്ങിയത്, വിലയ്ക്ക് വാങ്ങിയതാണ്. അത് നിറച്ച് മാവുകൾ അതിനകത്ത്. അതേപോലെ ഒരു ഏതാണ്ട് 70 സെൻറ്റോ 80 സെൻറ്റോ വിസ്തീർണമുണ്ട്. അതിൽ കൂടുതൽ കുറച്ച് അധികം ഉണ്ട് അതിനകത്ത്. ഏതാണ്ട് 1 ഏക്കറോളം വസ്തു വരും. അതിനകത്ത് നിറച്ച് മാവുകൾ, പറങ്കി മാവുകൾ ആണ് അതിനകത്തുണ്ടായിരുന്നത്. കാഷ്യൂ ട്രീസ് ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതിനകത്ത് കേട്ടോ. അതിനകത്തൊക്കെ ഞാൻ ഒരുപാട് ഓടി നടന്നിട്ടുണ്ട്. ഈ മാവിലും ഈ പ്ലാവിലും ഒക്കെ ഈ മാവിലും അതുപോലെ പ്ലാവിലും അതേപോലെ തന്നെ പറങ്കി മാവുകളിലും. ഈ മാവിൻ്റെ ഒക്കെ പല സൈസ് മാങ്ങകളാണ്. അപ്പോൾ അതിനകത്ത് കയറി ഇരുന്ന് ഇത് മൂത്ത് പഴുക്കുമ്പോൾ ഞാൻ അതിൽ കയറി ഇരുന്ന് വയറ് നിറയെ മാങ്ങ നിന്നിട്ട് ഇറങ്ങി വരും. സ്ഥിരമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പണിയാണ്. അപ്പോൾ ഇനി ഇവർക്ക് ഒരു മകനേ ഉള്ളൂ. ഇവർക്ക് കുറേ പ്രായമായിട്ടാണ് ആ മകൻ ഉണ്ടായത്. അതായത് മാധവനും ജാനകിക്കും ഉണ്ടായ ഒരു മകൻ വിശ്വനാഥൻ എന്നൊരു പേരാണ്. വിശ്വനാഥന് ഒരുപാട് ബാലാരിഷ്ടതകൾ ഉണ്ടായിരുന്നു കുഞ്ഞുനാളിൽ. ഒരു ശരിയായ വളർച്ച അല്ല വിശ്വനാഥന്. ഒരു പ്രത്യേക രീതിയിലാണ് മുഖം കുറച്ച് ഉന്തി, നെറ്റി ഉന്തി, വല്ലാത്ത ഒരു ഇതാണ്. ഒരു സൗന്ദര്യം ഒന്നും പറയാനൊക്കത്തില്ല. അതുകൊണ്ട് എന്താണെന്നറിയാം, എന്നിട്ട് ഈ വിശ്വനാഥനെ സ്കൂളിൽ പഠിക്കാനായിരിക്കും. വിശ്വനാഥന് ഒന്നും അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ മാതാവാണ്
അതായത് അവർ രണ്ടുപേരും എൻ്റെ മാതാപിതാക്കൾ അധ്യാപകരായിരുന്നു. ഇവർ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചപ്പം വിശ്വനാഥൻ എന്നെ കഴിയും ഒരു 3-4 വർഷം മുമ്പ് പഠിത്തം തുടങ്ങി. പിന്നെ എൻ്റെ കൂടെ ആയി പഠിത്തം. കാരണം ജയിക്കത്തില്ല. ഓരോ ക്ലാസ്സിലും 1-ാം ക്ലാസ്സിൽ 1 വർഷം, 2-ാം ക്ലാസ്സിൽ 2 വർഷം, 3-ാം ക്ലാസ്സിൽ 3 വർഷം എന്നുള്ള നിലയ്ക്കാണ് വിശ്വനാഥൻ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ വിശ്വനാഥന് വലിയ തെറ്റില്ലാതെ മലയാളം എഴുതാൻ അറിയാം. അതെൻ്റെ ഉമ്മായ പഠിപ്പിച്ചിരുന്ന കേട്ടോ, മലയാളം എഴുതാൻ അറിയാം. അപ്പോൾ വിശ്വനാഥൻ്റെ അടുത്ത് അതായത് വിശ്വനാഥനെ ഈ മാധവൻ എന്നും വൈകുന്നേരം എടുത്തിട്ട് അടിക്കും മിക്കവാറും. കാരണം ഈ വിശ്വനാഥൻ എന്തെങ്കിലും കാണിക്കും. അത് അറിഞ്ഞുകൊണ്ട് കുരുത്തക്കേട് കാണിക്കുന്നതല്ല വിശ്വനാഥൻ, ആയിപ്പോകുന്നതാണ്. കാരണം അയാൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട്. അത് ഒന്നും ഈ പാവത്തിന് മാധവനെ ഇല്ലിറ്ററേറ്റ് ആണ്, ഒന്നും വിദ്യാഭ്യാസമില്ല. ജാനകിക്കും മാധവനൊന്നും അവർ ഒന്നും പഠിച്ചിട്ടില്ല. അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അപ്പം ഇയാളെ പഠിക്കണം എന്നും പറഞ്ഞ് ഇവൻ ഉറച്ച് വായിക്കണം. വായിച്ചില്ലേ മാധവൻ അടിക്കും. ഇവൻ കരയും എന്ന് ഇത് കേൾക്കാം. ഈ കരച്ചിൽ മിക്കവാറും വൈകുന്നേരം. അവസാനം ഇത് ഞാനുമായിട്ട് ഇച്ചിരി അടുപ്പമുണ്ടായിരുന്നു ഈ വിശ്വനാഥന്. അതിൻ്റെ അടുപ്പമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ, ഞാൻ ഈ വൈകുന്നേരം ഈ പോത്തിനെ തീറ്റാനായിട്ട് എന്നെ പറഞ്ഞയക്കും. പോത്തിനെ അഴിച്ചു വിടും. പോത്തിനെ ഒരു വടിയും കൊണ്ട് നമ്മളിങ്ങനെ നടക്കും. അപ്പോൾ പോത്ത് ഇങ്ങനെ സൈഡിൽ കൂടെ, വഴിയുടെ ഒരു റോഡെന്ന് പറയുന്ന റോഡൊന്നും അല്ല, ഒരു ചെറിയ വഴിയാണ്. അതിൻ്റെ സൈഡിൽ കൂടെ ഇന്നത് വലിയ റോഡൊക്കെ ആയി. ഇങ്ങനെ പോത്ത് നടക്കും. അതൊക്കെ കടിച്ചു പറിച്ച് പോത്തിങ്ങനെ നടക്കും. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഇരുന്നപ്പോൾ തോന്നി, ഈ പോത്തിങ്ങനെ ചുമ്മാ നടക്കല്ലേ, ഇതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് യാത്ര ചെയ്താൽ വലിയ പ്രശ്നമില്ല, എനിക്ക് നടക്കുകയും വേണ്ട. അങ്ങനെ ഞാൻ പതുക്കെ ഈ പോത്തിൻ്റെ മേളിൽ കയറി. എന്നെയും കൊണ്ട് ഈ പോത്ത് ഓടി. ഞാൻ മറിഞ്ഞ് വീണ് എൻ്റെ 2 വശങ്ങളും മുഴുവൻ മുറിഞ്ഞ് അതിനെനിക്ക് അടിയും കിട്ടി. ഏതായാലും പിന്നെ അന്നേരം എനിക്ക് വിശ്വനാഥൻ എന്താണെന്നറിയോ, ഒരു പശുക്കിടാവിനെയും കൊണ്ട് തീറ്റാൻ വരും. ഈ പശുക്കിടാവിനെ വിശ്വനാഥനെ അവിടെ അങ്ങ് വിട്ടിട്ട് ഈ പോത്തിന് കയറൊന്നും വേണ്ട. കാരണം പോത്തിനെ നമുക്ക് കയറ് പിടിച്ച് നിർത്താൻ പറ്റത്തില്ല. പോത്തിനെ ഭയങ്കര ബലമാണ് ഈ സാധനത്തിന്. നമ്മൾ പിടിച്ചു നിർത്താൻ ഒക്കത്തില്ല പോത്തിനെ. അപ്പോൾ പക്ഷെ പശുക്കിടാവിനെയൊക്കെ പിടിച്ചു നിർത്താം. എന്നാലും വിശ്വനാഥൻ എന്തായെന്നറിയോ, ഈ പോത്തിനെ വിട്ടേക്കുന്നത് പോലെ വിശ്വനാഥൻ ഈ പശുക്കിടാവിനെ വിടും. ഈ പശുക്കിടാവ് ഈ പോത്തിൻ്റെ ഒരു ഡിസിപ്ലിനൊന്നും ഇതിനില്ല. അടുത്ത പുരയിടത്തിൽ കയറിയിട്ട് അന്ന് മരച്ചീനി കൃഷിയുള്ളതാണ് എല്ലടവും. അതാ നാട്ടിൽ കഴിക്കുന്നത്, വേറെ ഒന്നും കഴിക്കാനൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ഇല കടിക്കും, മൊത്തം കടിച്ചു പറിച്ചു വലിച്ചു. അവസാനം ഈ നാട്ടുകാർ പോയി എന്തെന്നറിയോ, ഈ മരച്ചീനി നഷ്ടപ്പെട്ടവർ മാധവൻ്റെ അടുത്ത് പറയും. അന്ന് മാധവൻ ഈ വിശ്വനാഥനെ ഉറപ്പായിട്ട് അടിച്ചിരിക്കും. കാരണം ഈ പശുക്കിടാവിനെ നോക്കാത്തതിന്. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഉമ്മ ഒരിക്കൽ ഇരുന്ന് പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുക, ടെസ്റ്റ് പേപ്പർ. എന്നിട്ടങ്ങ് ചിരിച്ച്. അതെന്താ കാര്യം എന്ന് അറിഞ്ഞാൽ എന്താണെന്നറിയോ, എന്നെ വിളിച്ച് കാണിച്ചു ഞങ്ങളെയൊക്കെ. കാരണം ഈ വിശ്വനാഥനെ എൻ്റെ ആൻസർ ഷീറ്റാണ് പേപ്പർ. അതിനകത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ, സോഷ്യൽ സ്റ്റഡീസിൽ ഒരു ചോദ്യം. അതായത് ഉത്തരേന്ത്യൻ നദികളിൽ വേനൽക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് ചോദ്യം. അപ്പോൾ വിശ്വനാഥൻ അതിന് ഉത്തരം എഴുതിയേക്കാണ് കേട്ടോ. അമ്മയൊരു കാരണം, അച്ഛനൊരു കാരണം, വീട്ടിലെ പശുക്കിടാവ് ഒരു കാരണം. കാരണം ഇവൻ അടി കിട്ടുന്നതാണ് ഈ പാവം എഴുതിയേക്കുന്നതിൻ്റെ കാര്യം. ഇതാണ് നടന്ന സംഭവമായി കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് അതിന് സാക്ഷി പറയാൻ എൻ്റെ ഉമ്മ ഇല്ല, പക്ഷേ വീട്ടിലുള്ളവർക്കൊക്കെ ഇതറിയാം, എൻ്റെ സഹോദരങ്ങൾക്ക് ഇതറിയാം. ഞങ്ങളെല്ലാം ചിരിച്ചു അതാണ്. കാരണം ഈ കാരണം അയാൾക്ക് അവന് ഓർമ്മ വരുന്നത് എന്തിനാ അടി കിട്ടിയെന്നുള്ളതാണ് അദ്ദേഹം ആലോചിക്കുന്നത്. അദ്ദേഹത്തിന് അതേ അറിയാവുള്ളൂ. ഏതായാലും അകാലത്തിൽ വിശ്വനാഥൻ ഉണ്ടല്ലോ, ഏതാണ്ട് ഒരു 15 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് വിശ്വനാഥൻ മരണപ്പെട്ടു പോയി. അതിന് ഒത്തിരി അന്നേ വൃദ്ധനായിരുന്നു, ആ രീതിയിലായിരുന്നു. സങ്കടമുണ്ട് അതിനകത്ത്. കാരണം എൻ്റെ ഒരു സുഹൃത്തായിട്ട് ഞാൻ കണക്കാക്കിയിരുന്ന ഒരാളാണ്. വേറെ കൂട്ടുകാരൊന്നും വിശ്വനാഥനെ ഇല്ല, വിശ്വനാഥനെ ആരും അടുപ്പിക്കാറില്ലായിരുന്നു സ്കൂളിൽ പോലും. പക്ഷെ ഞാൻ അങ്ങനല്ല ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരു വിശ്വനാഥനോട് ഇതൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാണെന്നറിയോ, വീട്ടിൽ രാവിലെ ഈ ജാനകി വരുമ്പോൾ വേറെ പുറം പണികൾക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ പുരയിടത്തിൽ ജോലി കേട്ടോ, അതിനകത്ത് അതേപോലെ തന്നെ ഞാറ് നടുക, കള പറിക്കുക തുടങ്ങിയ എല്ലാ പണികൾക്കും ഈ ജാനകി വരും. ജാനകി അവിടെ വരുമ്പോൾ വീട്ടിൽ ഈ മുറ്റത്ത് കലമൊക്കെ ഇരിപ്പുണ്ടായിരിക്കും. മൺകലത്തിലാണെന്നല്ല അന്ന് പാചകങ്ങളെല്ലാം ചെയ്യുന്നത്, മുഴുവൻ പാചകം മൺകലത്തിൽ, ചട്ടിയിലൊക്കെ, മൺചട്ടിയിലും. ഇത് മുഴുവൻ അവരാണ്. ഈ ചാരം ഉണ്ടല്ലോ, ഞാനത് പോയി ഒന്ന് കാണാറുണ്ട്, എനിക്കിത് ഇഷ്ടമാണ് കാണുന്നത്. ഈ ചകിരി വെള്ളം നനച്ച് ഇത് ചാമ്പൽ, അതായത് ചാരവുമായിട്ട് ചേർത്തിട്ട് അത് വെച്ചാണ് ഈ കലങ്ങളെല്ലാം തേച്ച് വൃത്തിയാക്കുന്നത്, കലവും ചട്ടിയൊക്കെ. അത് മുഴുവൻ ഈ മാധവി ജാനകി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതേപോലെ തന്നെ വേറെ ഒരു സ്ത്രീ സ്ഥിരമായിട്ട് വീട്ടിൽ ജോലിക്ക് വന്നുകൊണ്ടിരുന്നത് തങ്ക. അതും ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെടുന്നവരാണ്. ഇവർ ഷെഡ്യൂൾഡ് കാസ്റ്റ് കേട്ടോ, ഞാൻ ഈ പറഞ്ഞ ജാനകി. അപ്പോൾ
ഇവർ രണ്ടുപേരുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ആലോചിക്കുക, ഇന്നൊരു മുസ്ലിം വീട്ടിൽ ജാനകിയെ ജോലിക്കരുത്, ജാനകിയെ വീട്ടിൽ ജോലിക്കരുത് എന്ന് പ്രശ്നത്തില്ലേ വരത്തില്ലേ? അതുപോലെ മാധവൻ വീട്ടിൽ ജോലിക്ക് വരും. മാധവനെ വീട്ടിൽ ജോലിക്ക് നിർത്തുന്നു. മുസ്ലിങ്ങളുടെ വീട്ടിലോ മാധവനെ ജോലി ചെയ്യുന്നു, ഇത് ചോദിക്കത്തില്ലേ? അതുപോലെ വിശ്വത്തിൻ്റെ നാഥനാണ് വിശ്വനാഥൻ, മുഴുവൻ ദൈവം. ആ വിശ്വത്തിൻ്റെ നാഥനാണ് വികലമായ ഭാഷയിൽ അമ്മയൊരു കാരണം, അച്ഛനൊരു കാരണം, വീട്ടിലെ പശുക്കിടാവ് ഒരു കാരണം എന്ന് എഴുതി വെച്ചത്. ഇത് ഞാൻ പറയട്ടെ, അന്നത്തെ ബന്ധം അതായിരുന്നു കേട്ടോ. അവരുടെ വീട്ടിലേക്കുള്ള ചെലവിനുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് കൊടുക്കും. നെല്ലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊയ്ത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു പാടം കൊയ്യാനങ്ങ് കൊടുക്കും. അത് മുഴുവൻ കൊയ്ത് വീട്ടിൽ കൊണ്ടുപോകാനല്ല അവർക്ക്, പക്ഷേ അവർക്ക് മാത്രം. ബാക്കി ഒരുപാട് പേര് പാവങ്ങൾ കൊയ്ത്തിന് വരും, അവരെല്ലാവരും അല്ലാതെ ഇവർക്ക് മാത്രമായിട്ട് കൊയ്ത്ത് നടത്താനായിട്ട് പാടം വേറെ കൊടുക്കുമായിരുന്നു. എൻ്റെ പിതാവ് അങ്ങനെ കൊടുക്കും. അവർക്ക് തിരിച്ച് അത് നിങ്ങൾ കൊയ്താൽ മതി എന്ന് പറയും. എന്ന് വെച്ചാൽ അത് കൊയ്താൽ അവർക്ക് കൂടുതൽ, അതിന് പദം എന്നാ പറയുന്നത്, ഇതിൻ്റെ അളവ്, അതായത് ഇതിൻ്റെ കൂലി. ഇത് ചവിട്ടി മെതിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്നത് അളന്ന് അതിൻ്റെ കൂലി കൊടുക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർക്കത് കൂടാതെ കുറച്ചധികം കൊടുക്കും, സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അവർക്ക് അത് മതി അവരെ ചെലവിന്. ബാക്കി വീട്ടിലെ ആഹാരമെല്ലാം ഉണ്ട്, ഇതുപോലെ ആഹാരമെല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഇത്രയും അടുപ്പമുള്ള ഒരു സമൂഹമായിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞിരുന്നത് എല്ലാവരും. അവരാരാണെന്നോ അവർ വീട്ടിൽ നിന്നുണ്ടല്ലോ ഓണത്തിനൊക്കെ ഈ ജാനകിയും കൊണ്ടുതരും തങ്ക സ്ഥിരമായിട്ട് അവില് കൊണ്ടുതരും കേട്ടോ. അവരുണ്ടാക്കും. അവലുണ്ടാക്കിയിട്ട് അന്നല്ലാതെ ഈ ഫാക്ടറി ഒന്നുമില്ല, വാങ്ങിക്കാനൊന്നും കിട്ടത്തില്ല. അവല് ഉണ്ടാക്കി നമുക്ക് അത് കഴിക്കാനായിട്ട് കൊണ്ടുവരും. എന്ത് ഇഷ്ടമായിരുന്നു അറിയാമോ തിന്നെ? അത് ജാനകി ഉണ്ടാക്കിയെന്നോ തങ്ക ഉണ്ടാക്കിയെന്നൊന്നും നമ്മൾ നോക്കാറില്ല. എൻ്റെ വീട്ടിൽ അത് കഴിക്കും, ഞങ്ങൾ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു കേട്ടോ. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ഏതായാലും അവരങ്ങനെ ചെയ്യുമായിരുന്നു. ഈ രീതിയിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പം ഞാൻ ആലോചിക്കുക, ഈ സമൂഹത്തിന് ഇങ്ങനെ കഴിയാൻ പറ്റുമോ? ഇപ്പം എല്ലാത്തിനെയും ജാതിയുടെ കണ്ണിലൂടെയും മതത്തിൻ്റെ കണ്ണിലൂടെയൊക്കെ ആളുകൾ സൂക്ഷ്മദർശിനി വെച്ച് നോക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ കാണുമ്പോൾ ഓരോ കുറ്റങ്ങൾ കണ്ടുപോകും. സമൂഹം വളരുന്നതനുസരിച്ച്, അതായത് നമ്മൾ കാലം കഴിയുന്നതനുസരിച്ച് സമൂഹം വളരണ്ടേ? പക്ഷെ നമ്മൾ അതിന് പകരം എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്? ആലോചിച്ച് നോക്കിക്കോളൂ. 21-ാം നൂറ്റാണ്ടിൽ നിന്ന് നമ്മൾ 16-ാം നൂറ്റാണ്ടിലേക്ക് നടക്കാൻ പഠിക്കുകയാണ് ഇപ്പോൾ. അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾ പെരുകുന്നു ഒരുപാട്. ഇപ്പം തന്നെ ഇന്നലെ കണ്ടില്ലേ, ഷിമോഗയിൽ കർണാടകയിൽ ഒരു സഹോദരി, ഒരു സ്ത്രീയുണ്ട്, 53 വയസ്സുകാരിയാണ്. അടിച്ച് അവരെ അടിച്ചു കൊന്നു. എന്താ കാര്യം? ദുർമന്ത്രവാദം നടത്തുകയാണ്. മകനാണ് ഒരു മന്ത്രവാദിനിയെ വിളിച്ചുകൊണ്ട് വന്നത്. ഈ മന്ത്രവാദിനിയും ഭർത്താവും ഈ മകനും ഇപ്പോൾ ഒളിയിലാണ്. കാരണം ഈ സ്ത്രീ അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് വെള്ളം ചോദിക്കുന്നുണ്ട് കേട്ടോ. കുടിക്കാൻ കൊടുത്തില്ല. രാത്രി 9:30 മണി മുതൽ വെളുപ്പിനെ 1:30 മണി വരെ അടിച്ചു. അത് വടി കൊണ്ടടിച്ചിട്ട് പോരാതെ വരുമ്പോൾ ഇടയ്ക്ക് കൈ കൊണ്ട് വെച്ച് പെരുക്കുകയാണ്. അവർ അവിടെ വെച്ച് വീണ് കഴിഞ്ഞപ്പോൾ അവർ കുഴഞ്ഞു വീണപ്പോൾ അവരെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അപ്പോഴത്തേക്കും മരിച്ചുപോയി. ഇതാണ് നമ്മുടെ നാട്. എന്തിന്? ഇത് ഒഴിഞ്ഞു പോകുന്നാ പറയുന്നത്. ഈ അടിക്കുമ്പോൾ ആരെ ഒഴിഞ്ഞു പോകണം? പണ്ട് ഈ പാലമരത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പം ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞില്ലേ, ഞാൻ പാലായിലേക്ക് പോയിക്കൊള്ളാമെന്ന്. അതുപോലാണ് നടക്കുന്ന കാര്യങ്ങൾ. ഇതിപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. എത്ര കൊലപാതകങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് നരബലി വരെ നടത്തിയ നാടല്ലേ കേരളം. പിന്നെ എന്തിനാണ് നമ്മൾ കൂടുതൽ പറയുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, 21-ാം നൂറ്റാണ്ടിലേക്ക് നിന്ന് 16-ാം നൂറ്റാണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മാധവൻ മരിച്ചു, ജാനകി മരിച്ചു, വിശ്വനാഥൻ അതിനു മുമ്പേ മരിച്ചു. എനിക്ക് അവരുടെ മരണത്തിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കാരണം അവർക്ക് എന്ത് ചെയ്യാനൊക്കെ ഒരു നല്ല ഒരു ഈ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അവർ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ്. പാവങ്ങളായിരുന്നു. ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ നാട്ടിൻപുറംകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാനിത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇത് നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കാമായിരുന്നെങ്കിൽ ഇന്നും നമുക്കിങ്ങനെ കഴിഞ്ഞൂടെ? പക്ഷെ ആളുകൾ ചിന്തിക്കാറുണ്ടോ?